ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എമ്പുരാൻ കാണാൻ പോവാം മെട്രോയില്. ഞാൻ മാത്രം ഇവിടെ അൺകട്ട് വേർഷൻ മാത്രം കണ്ടിട്ടുള്ളൂ. അവൻ സെക്കൻഡ് ടൈം കാണണമെങ്കിൽ അവൻ അത്ര ഇഷ്ടപ്പെട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അമ്മയുടെ കൂടെ അല്ല, നിനക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലേ? സിനിമയില് ശരിക്കും പറ. നല്ലായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്. ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഒന്നിച്ച് കണ്ടു. അപ്പൊ എന്റെ കൂടെ വരാൻ ആരുമില്ല. അപ്പൊ ഇവൻ തന്നെ എന്റെ കൂടെ വന്നു. അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് രണ്ടാമത് വന്നു. ഞാൻ കുറെ കോൺട്രവേഴ്സീസ് കേട്ടതിന് ശേഷമാണ് കാണാൻ പോണത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത്. എന്തായാലും പൃഥ്വിരാജ് പൊളിച്ചു എന്നാണ് എല്ലാരും പറയണേ. കണ്ടു കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഡയറക്ഷൻ നന്നായി പറയണം. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ്. ബാക്കിയുള്ള സിനിമയും വലിയ കുഴപ്പമില്ല. ഇനി അമ്മ കണ്ടിട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ പോയിട്ട് കവിത തിയേറ്ററിലാണ് പോണത്. ഇവരും കവിത തിയേറ്ററിലാണ്. നിങ്ങൾ സെക്കൻഡ് ഡേ അല്ലേ പോയത്? അപ്പോൾ ഞങ്ങൾ ഇന്ന് കവിത തിയേറ്ററിൽ രണ്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ട് വരാം. ഇതിൽ ഞാൻ ലാസ്റ്റ് റിവ്യൂ പറയാനുള്ള ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫീനെ പറയാൻ വിട്ടുപോയി. സോ അടിപൊളിയായിരുന്നു സിനിമാറ്റോഗ്രാഫി. അതുപോലെ തന്നെ എഡിറ്റിങ്ങും എല്ലാം സൂപ്പർബായിരുന്നു. അപ്പോൾ നമ്മൾ സിനിമ കണ്ട് വീട്ടിലെത്തി. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവന് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടുന്നു. പക്ഷെ സൂപ്പർ ആക്ഷൻ ത്രില്ലർ എന്ന് പറയാം അല്ലേ? അതിന് വിടില്ലേ? പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ ഒന്നും പറയാനില്ല. നമ്മുടെ ഈ എല്ലാവരും പറയണത് ഞാൻ കടെടുത്ത് പറയാം, കാരണം റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. എന്താ പറയാ, ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് നമ്മുടെ മലയാള സിനിമയിൽ ഡ്രാമകള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കാണാറില്ലേ? അതുപോലെ ഈ ഫിലിം ഏത് രാജ്യക്കാർക്കും സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കാണാം. ഒരു മലയാളി എന്ന നിലയ്ക്ക് പൃഥ്വിരാജ് കാരണം നമുക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ട്. പണ്ട് തൊട്ടേ പൃഥ്വിരാജിന് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. ഉള്ള കാര്യം തുറന്നു പറയാറുണ്ട്. ആ ഒരു ധൈര്യം ഇങ്ങനെ കുറെ കോൺട്രവേഴ്സീസും മിക്സ്ഡ് റിവ്യൂ ഒക്കെ കേട്ടിട്ടാ പോയത്. പക്ഷെ ആ പറയണതിലൊന്നും യാതൊരു അർത്ഥമില്ല. പൊളിറ്റിക്കൽ മൂവീസ് ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ആരും പ്രതികരിച്ചിട്ടില്ല. ഇതങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് ഒരു സിനിമ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത് പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയതാ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നല്ല സിനിമയാണ്. കുറേ പേര് ഇത് ഞാൻ കണ്ടു ഫേസ്ബുക്ക് പോസ്റ്റിൽ രാജ്യദ്രോഹ സിനിമയാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അവരോട് എനിക്ക് പറയാൻ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർക്ക് നഷ്ടം, അത്രേ ഉള്ളൂ. സൂപ്പർ സിനിമ. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മോഹൻലാലിനെ. പിന്നെ എല്ലാവരും പിന്നെ ഞാൻ കേട്ടത് മോഹൻലാലിന് സീൻസ് കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മോഹൻലാലിന്റെ ക്യാരക്ടർ അങ്ങനെയാ. പക്ഷെ അത്യാവശ്യം നല്ല നന്നായിട്ട് മോഹൻലാലിന്റെ പ്രസൻസ് മൊത്തം ക്യാരക്ടറാ. അപ്പൊ എപ്പോഴും ഈ ചാള ഇതുപോലെ എപ്പോഴും വരുന്ന ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ ഒട്ടുമില്ല എന്ന് തോന്നി. പിന്നെ മഞ്ജു വാര്യരുടെ എല്ലാവരുടെ ഡ്രസ്സിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ദീപക് ദേവിന്റെ മ്യൂസിക്. എന്റെ പൊന്നെ, ഫൈറ്റ് സീനിന്റെ സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോണത് ഒരു രക്ഷയില്ല. ആളൊരു മ്യൂസിക് ജീനിയസ് തന്നെയാ എല്ലാം കൊണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റോറി, മുരളി ഗോപി അടിപൊളിയാണ്. എല്ലാം കൊണ്ട് ഒരു അടിപൊളി സിനിമ, മസ്റ്റ് വാച്ച് സിനിമയാണ് നിങ്ങളെല്ലാവരും. പക്ഷെ ഇനി നാളെ തിയേറ്ററിൽ പോകുമ്പോ ഞാൻ അമ്മയ്ക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇന്നോട്ടാണ് കട്ടായിട്ടുള്ള വേർഷനാ വരണമെന്ന് എല്ലാവരും പറഞ്ഞ മീഡിയയിൽ ഓൺലൈനിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളതുകൊണ്ട് പ്രശ്നമായിരുന്നില്ല. കട്ട് വേർഷൻ ആയിരുന്നില്ല ഇന്ന് വരെ. നാളെ തൊട്ട് ചെയ്താലും കട്ടായിരിക്കും. നാളെ കാണുന്നവർക്ക് ഭാഗ്യക്കുറവുണ്ട്. ഇന്ന് 17 സീൻ അങ്ങനെ കട്ട്. പക്ഷെ അടിപൊളി സിനിമ. എന്നാലും കുറച്ച് സീൻസ് കട്ട് ചെയ്താലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. അടിപൊളി സിനിമ.